ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കല്യാണത്തിനൊക്കെ കിട്ടുന്ന മീൻകറി നല്ല ടേസ്റ്റ് അല്ലേ? അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മൺചട്ടി ഉള്ളവർ മൺചട്ടിയിൽ ഉണ്ടാക്കുക. എൻ്റെ കയ്യിലില്ല, അപ്പോൾ ഞാൻ ഈ പാനിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊരു പരന്ന പാനിലേക്ക് മാറ്റും കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. കൂടുതൽ ഇടരുത്. ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചുവന്നുള്ളി കൂടുതലിട്ടാൽ ടേസ്റ്റ് ആയിരിക്കും. ചുവന്നുള്ളിയും ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇത് ഞാൻ ചോപ്പറിലാണ് കേട്ടോ. 2 വലിയ സവോള മസാലയ്ക്ക് കുറച്ച് തിക്നെസ് കിട്ടാനായിട്ട് 2 വലിയ സവോള ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ശരിക്കും ഇത് നല്ലപോലെ ഫ്രൈ ആവണം. എന്നാലാണ് നമ്മുടെ കറി കേടുകൂടാണ്ട് 2, 3, 4 ദിവസമൊക്കെ ഇരിക്കും. ടേസ്റ്റ് കൂടും ചെയ്യും. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി വാട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളിടാം. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക കേട്ടോ. ഞാനത് ഇടുന്നില്ല. ഞങ്ങളുടെ കറികളിലൊക്കെ എരിവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇടുന്നത് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല കളറും കിട്ടും, എരിവ് അത്രയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് 2.5 സ്പൂൺ കാശ്മീരി മുളക്, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി ഓപ്ഷണലാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ 1 സ്പൂണ് ചെറിയ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കാശ്മീരി മുളക് ഇടാൻ പോകണം. ലാസ്റ്റ് മുളക് ഇടായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറാണ്ട് നമുക്ക് കിട്ടണം. പിന്നെ ഇതൊക്കെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ടുന്ന സമയത്ത് തീ കുറച്ചിടാൻ ഓർക്കണം കേട്ടോ. ഇതിൻ്റെ പൊടികൾ ചൂട് കൂടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ആറാൻ വെക്കണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആറാൻ വെച്ചിട്ട് ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ടിപ്പ് കേട്ടോ. അപ്പോൾ ആ ടിപ്പിൽ ഈ മസാല കുറച്ചെടുത്ത് വെച്ചിട്ട് 1 സ്പൂണോ 2 സ്പൂണോ മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ഇതേപോലെ ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് കറി എത്ര തിക്നെസ്സിൽ വേണം അത്രയും വെള്ളം ഒഴിക്കുക. ഇപ്പോൾ ഞാനിതിൽ 2 ഫുൾ ഗ്ലാസ് വെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിൽ കുടപ്പുളിയാണ്, 2 വലിയ പീസ് കുടപ്പുളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഈ കറിയിൽ 2 പുളിയും യൂസ് ചെയ്യുന്നുണ്ട്, വാളംപുളിയും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുടപ്പുളി ഇട്ട് കൊടുക്കുക 2 പീസ്. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ വേറൊരു പരന്ന പാനിലേക്ക് കുറച്ച് വേപ്പില പരത്തി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ തിളച്ച ചാറ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഈ സമയത്ത് നമുക്ക് വാളംപുളി ഒഴിച്ച് കൊടുത്താൽ നല്ലപോലെ വറ്റിച്ച മീൻകറി റെഡി. അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്